നമസ്കാരം. ഇന്നത്തെ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 19ാം നൂറ്റാണ്ടിലെ രണ്ട് കൂറ്റൻ ക്ലാസിക് നോവലുകളെക്കുറിച്ചാണ്. തീർത്തും വ്യത്യസ്തമായ രണ്ട് യാത്രാനുഭവങ്ങൾ, അവ മനുഷ്യരെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്നതിലേക്കൊക്കെയാണ് നമ്മളിന്ന് പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കമ്പാരിസൺ ആയിരിക്കും ഇത്, കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും: കണക്കുകളിൽ മാത്രം വിശ്വസിക്കുന്ന ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ഒരു വിക്ടോറിയൻ യാത്രികനും എപ്പോഴും പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു കൊല്ലന്റെ സഹായിയായ കുത്തിയും തമ്മിൽ എന്ത് കണക്ഷനാണുള്ളത്, അല്ലേ? ഇന്ന് നമ്മൾ പതിവ് ഇൻട്രൊഡക്ഷനുകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് യാത്രകളിലേർപ്പെട്ട ഈ രണ്ട് കഥാപാത്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആ വലിയ രഹസ്യത്തിലേക്ക് അങ്ങ് നേരിട്ട് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഭാഗം: മാറ്റത്തിന്റെ രണ്ട് കഥകൾ. ഇവരുടെ യാത്ര ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നോക്കാം. നോക്കൂ, ഇതില് നമ്മൾ ആദ്യം കാണുന്നത് ഫിലിയസ് ഫോഗിനെയാണ്. പുള്ളി ഭയങ്കര സമ്പന്നനാണ്. അതുപോലെ എന്തിലും ഏതിലും വലിയ കൃത്യത വേണമെന്ന് നിർബന്ധമുള്ള ഒരാള്. ഒന്നാലോചിച്ചു നോക്കി, സ്വന്തം താടി വടിക്കാനുള്ള വെള്ളം 84 ഡിഗ്രി ചൂടിനു പകരം 86 ഡിഗ്രി ആയതിന്റെ പേരിൽ സ്വന്തം ഭൃത്യനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട ആളാണ് കക്ഷി. എന്നാൽ മറുവശത്താരാണ്? നമ്മുടെ പിപ്പ്, ദരിദ്രനായ, തികച്ചും വൈകാരികമായി ചിന്തിക്കുന്നൊരു സാധാരണ പയ്യൻ. എങ്ങനെയെങ്കിലും സമൂഹത്തിൽ വലിയൊരു നിലയിലെത്തണം, തന്റെ പ്രണയിനിയായ എസ്റ്റലയെ സ്വന്തമാക്കണമെന്നൊക്കെയുള്ള അതിയായ ആഗ്രഹമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം: പന്തയവും അപ്രതീക്ഷിത സൗഭാഗ്യവും. ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം മാറ്റിമറിച്ച ആ ഇൻസിഡന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോഗ് തന്റെ റീഫോം ക്ലബ്ബിൽ വെച്ച് ഏറ്റെടുക്കുന്ന ഒരു വലിയ പന്തയമാണിത്. 20,000 പൗണ്ട്. ആ കാലഘട്ടത്തിൽ ഇതൊരു ഭീമമായ തുകയാണ്, കേട്ടോ. ലോകത്തിനു ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ ആ ഭ്രാന്തമായ ഓട്ടപ്പാച്ചിലിന് തുടക്കം കുറിക്കുന്നത് ഈ ഒറ്റ പന്തയത്തിൽ നിന്നാണ്. തനിക്കുള്ളതെല്ലാം അദ്ദേഹം ഇതിനായി പണയം വെക്കുകയാണ് ചെയ്യുന്നത്. ഫോഗ് ഇത്ര കൃത്യമായി കണക്കുകൂട്ടി ഒരു വലിയ റിസ്ക് എടുക്കുമ്പോൾ പിപ്പിന്റെ കാര്യം നേരെ തിരിച്ചാണ്. ആരാണെന്നറിയാത്ത ഒരാളിൽ നിന്നും അവന് പെട്ടെന്ന് വലിയൊരു സ്വത്ത് ലഭിക്കുകയാണ്. അങ്ങനെ ലണ്ടനിൽ തന്റെ ആ വലിയ പ്രതീക്ഷകൾ, അഥവാ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, സഫലമാക്കാൻ പോകുന്ന പിപ്പ് പിന്നീട് കാണിക്കുന്നത് വല്ലാത്തൊരു അഹങ്കാരമാണ്. ഒരു പാവം ഗ്രാമീണനിൽ നിന്നും പണത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് തന്റെ പഴയ കാലവും ആളുകളെയുമൊക്കെ മറക്കുന്നൊരു പിപ്പിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഈ സാഹചര്യങ്ങളുടെ വ്യത്യാസം എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഫോഗിന്റെ യാത്ര അതിവിശാലമായ ആകാശത്തിന് കീഴിലൂടെയുള്ള ബാഹ്യമായ ഒരു ലോകസഞ്ചാരമാണ്, ഫുൾ ഓൺ ആക്ഷൻ. എന്നാൽ പിപ്പിന്റെ യാത്രയോ കെന്റിലെ ചെളി നിറഞ്ഞ ചതുപ്പുകളിലും ലണ്ടനിലെ ഇടുങ്ങിയ ഇരുണ്ട മുറികളിലുമായി ഒതുങ്ങി നിൽക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ശ്വാസമുട്ടിക്കുന്ന ഒരു ആന്തരിക യാത്രയാണത്. രണ്ടും രണ്ട് എക്സ്ട്രീമാണല്ലേ. ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരാം: സമയത്തോടുള്ള അഭിനിവേശം. ഈ രണ്ട് നോവലുകളിലും സമയം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഫോഗിന്റെ യാത്രാക്രമം ഗണിതശാസ്ത്രപരമായി എത്ര കൃത്യമാണെന്നൊന്ന് ശ്രദ്ധിച്ചേ. ലണ്ടനിൽ നിന്ന് തുടങ്ങി തീവണ്ടിയിലും കപ്പലിലും, എന്തിന് ഇന്ത്യയിൽ വെച്ച് സാക്ഷാൽ ആനപ്പുറത്ത് വരെ കയറി അദ്ദേഹം സമയത്തോട് മത്സരിച്ച് അങ്ങ് കുതിക്കുകയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു വലിയ ക്ലോക്ക് പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഫോഗ് ഇങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ പിപ്പിന്റെ ലോകത്ത് സമയം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാണ്. ഒന്ന് കേട്ടു നോക്കൂ. മിസ് ഹാവിഷാമിന്റെ ഒരിക്കലും നടക്കാതെ പോയ ആ പഴയ വിവാഹസദ്യയുടെ അവസ്ഥ നോക്കൂ. കാലങ്ങളായി മാറാത്ത ആ ഇരുണ്ട മുറിയിൽ ചിലന്തികൾ വല നെയ്യുന്നു. അവിടെ ഘടികാരങ്ങളെല്ലാം 9 മണിക്ക് 20 മിനിറ്റ് കുറവുള്ളപ്പോൾ എന്നേക്കുമായി നിലച്ചു നിൽക്കുകയാണ്. ഭൂതകാലത്തിൽ പെട്ടുപോയ പിപ്പിന്റെ മാനസികാവസ്ഥ തന്നെയാണ് ഈ ഒരു വരിയിലൂടെ വരച്ചു കാണിക്കുന്നത്. നാലാമത്തെ ഭാഗം: കൂട്ടാളികളും കുറ്റവാളികളും. ഇവരുടെ കൂടെയുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇവർ തമ്മിലുള്ള ഈ പാരലൽസ് ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് ആ വലിയ സാമ്യം പെട്ടെന്ന് മനസ്സിലാവും. ഫോഗിനെ സഹായിക്കാൻ എപ്പോഴും കൂടെ നിൽക്കുന്ന അതിവിശ്വസ്തനായ പാസ്പാറ്റു എന്ന ഭൃത്യനുണ്ട്. അതുപോലെ തന്നെ പിപ്പിനും അവനെ സ്വന്തം സഹോദരനെപ്പോലെ സ്നേഹിക്കുന്ന ജോ ഗാർജറി എന്ന പാവം കൊല്ലനുണ്ട്. ഇനി വില്ലന്മാരെ നോക്കാം. ഫോഗിനെ ഒരു ബാങ്ക് കൊള്ളക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച് ലോകം മുഴുവൻ പിന്തുടരുന്ന ഡിറ്റക്റ്റീവ് ഫിക്സിനെ പോലെ പിപ്പിന്റെ ജീവിതത്തിലും എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു വലിയ നിഴലായി മാഗ്വിച്ച് എന്ന ആ കുറ്റവാളി കൂടെ തന്നെയുണ്ട്. ഇനി അഞ്ചാമത്തെ ഭാഗം: അപ്രതീക്ഷിതമായ വഴിതിരിവുകൾ അഥവാ ട്വിസ്റ്റുകൾ. കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുവാണ്, കേട്ടോ. കഥയിലുടനീളം പിപ്പിനെയും നമ്മളെയുമൊക്കെ ഒരുപോലെ കുഴപ്പിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്: ആരാണ് പിപ്പിന്റെ യഥാർത്ഥ ഉപകാരി? അവനെ സ്വത്തുക്കളൊക്കെ നൽകിയത് യഥാർത്ഥത്തിൽ ആരായിരിക്കും? വലിയ പണക്കാരിയായ മിസ് ഹാവിഷാമാണ് തനിക്ക് ഈ സ്വത്തുക്കൾ മുഴുവൻ നൽകിയതെന്നായിരുന്നു പിപ്പിന്റെ അഹങ്കാരം. എന്നാൽ അവന്റെ കുട്ടിക്കാലത്ത്
ചതുപ്പിൽ വെച്ച് അവൻ ജീവൻ ഭയന്ന് സഹായിച്ച ആ ചെളിപുരണ്ട ഭയപ്പെടുത്തുന്ന കുറ്റവാളിയായ മാഗ്വിച്ചാണ് തന്റെ യഥാർത്ഥ ഉപകാരിയെന്ന് തിരിച്ചറിയുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അത് പിപ്പിന്റെ ലോകത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിയുകയാണ്. എങ്ങനെയുണ്ടാ വിരോധാഭാസം? അപ്പോ ഫോഗിന്റെ യാത്രയിലെ ആ കൂറ്റൻ ട്വിസ്റ്റ് എന്താണെന്ന് നോക്കാം. താൻ 5 മിനിറ്റ് വൈകിയെന്നും അന്ത്യം മുഴുവൻ പൊട്ടിയെന്നും ഫോഗ് ഉറപ്പിച്ചതാണ്. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. അദ്ദേഹം എപ്പോഴും കിഴക്കോട്ട് സൂര്യൻ അഭിമുഖമായി സഞ്ചരിച്ചതുകൊണ്ട് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മുറിച്ചു കടന്നപ്പോൾ അറിയാതെ തന്നെ ഒരു മുഴുവൻ 24 മണിക്കൂർ അദ്ദേഹം ലാഭിച്ചിരുന്നു. സമയത്തെക്കുറിച്ചുള്ള അമിതമായ കൃത്യനിഷ്ഠ കാരണം സ്വന്തം വിജയം പോലും പുള്ളി തിരിച്ചറിയാൻ വൈകിയെന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ ഹൈലൈറ്റ്. ഇനി അവസാനമായി 6ാമത്തെ ഭാഗം, യഥാർത്ഥ സമ്മാനങ്ങൾ. ഈ നീണ്ട യാത്രക്കൊടുവിൽ അവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് ലഭിച്ചത്? ഇതിലെ ഏറ്റവും വലിയ കൗതുകം എന്താണെന്നറിയാമോ? ഇവർ രണ്ടുപേരും തുടക്കത്തിൽ ലക്ഷ്യമിട്ട ആ പണമോ പദവിയോ അല്ല ഇവർക്ക് അവസാനം കിട്ടിയത്. പന്തയത്തേക്കാളുപരി ഓഡിയുമായുള്ള വിവാഹത്തിലൂടെ ഫോഗ് യഥാർത്ഥ മാനുഷിക ബന്ധങ്ങളുടെ ഊഷ്മളത എന്താണെന്ന് മനസ്സിലാക്കുന്നു. മറുവശത്ത് പിപ്പും തന്റെ ആ പൊള്ളയായ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് സ്നേഹത്തിന്റെ യഥാർത്ഥ വില മനസ്സിലാക്കി പഴയ വിനയത്തോടെ തന്റെ പ്രിയപ്പെട്ട ജോ ഗാർജറിയുമായി വീണ്ടും ഒന്നിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ ഞാനൊരു ചെറിയ ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളെ യഥാർത്ഥത്തിൽ മാറ്റുന്നത് നാം തേടിപ്പോകുന്ന ആ സമ്പത്താണോ, അതോ യാത്രയ്ക്കിടയിൽ നാം ഉണ്ടാക്കിയെടുക്കുന്ന ആഴത്തിലുള്ള മനുഷ്യബന്ധങ്ങളോ? വിജയത്തെയും സമ്പത്തിനെയും കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ ഈ 2 ക്ലാസിക് നോവലുകളും എത്ര ഗംഭീരമായിട്ടാണ് പൊളിച്ചെഴുതുന്നതെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൂടുതൽ രസകരമായ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.